ഹലോ, ഗ്രേ മീഡിയാസിലേക്ക് സ്വാഗതം. ദൃശ്യം 3യുടെ ഫൈനൽ പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 8,20,00,000 രൂപ കടന്നിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളും വേൾഡ് വൈഡായിട്ട് ആദ്യ ദിനം 33 കോടി കടന്നു എന്നുള്ളതും അതുപോലെ തന്നെ ആദ്യ വീക്കെൻഡിൽ സിനിമ 47 കോടി കടന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. സിനിമയ്ക്ക് സേ നോ ടു സ്പോയിലർ എന്നുള്ള ആ ഒരു അപ്ഡേറ്റ് ലാലേട്ടൻ തന്നെ പുറത്തു വിട്ടിരിക്കുന്നു. ദൃശ്യം 3യുടെ ഏറ്റവും പ്രധാനമായ ഘടകവും അതുതന്നെയാണ്. സിനിമ കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ പറയുക, സ്പോയിലേഴ്സ് പറയാതിരിക്കുക. കാരണം ഇതങ്ങനെയൊരു ചിത്രം തന്നെയാണ്. എന്താണെങ്കിലും നമ്മളെ ഞെട്ടിക്കുമെന്നുള്ളതിന് സംശയങ്ങളൊന്നുമില്ല എന്നുള്ളത് ഉറപ്പിക്കുന്ന ചിത്രവും. ഇവിടെ ഇനിയും എടുത്തു പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. കേരള തിയേറ്റർ ലിസ്റ്റുകൾ ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. ഇന്നത്തെ കേരള തിയേറ്റർ ലിസ്റ്റ് കണക്ക് 500-ന് മുകളിലുള്ള സ്ക്രീനുകളിലാണ് സിനിമ ഉള്ളത് എന്നുള്ളതാണ്. എന്താണെങ്കിലും അതൊരു ഗംഭീരമായിട്ടുള്ള സംഭവം തന്നെയാണ്. സിനിമ എക്സ്ട്രാ പോസിറ്റീവ് വരികയാണെങ്കിൽ തീർച്ചയായും കേരളത്തിലെ എല്ലാ തിയേറ്ററുകളിലും ഈ സിനിമ നാളെ തൊട്ട് ഉണ്ടാകും എന്നുള്ളതാണ്. എന്താണെങ്കിലും എണ്ണാൻ കഴിയാത്ത അത്രയും, അല്ലെങ്കിൽ അത്രയും കുത്തിയിരുന്ന് എണ്ണേണ്ട തരത്തിലുള്ള തിയേറ്ററുകൾ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എല്ലായിടത്തും അതിഗംഭീരമായിട്ടുള്ള ഷോകൾ തന്നെയാണ്. 17, 18 ബുക്ക് മൈ ഷോ നോക്കുകയാണെങ്കിൽ റെഡ് അലേർട്ട് എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഓൾമോസ്റ്റ് ഫുള്ള് ഹൗസ്ഫുൾ ഷോസുകളെല്ലാം തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു. കേരളത്തിൽ എല്ലായിടത്തും, അല്ലെങ്കിൽ അവിടെ ഇവിടെ എന്നൊന്നുമല്ല, എറണാകുളം റെക്കോർഡിട്ടിരിക്കുന്നു എന്ന് തന്നെ പറയാം. ഇനിയും നമുക്ക് എറണാകുളത്ത് ഒരു ടിക്കറ്റ് അല്ലെങ്കിൽ ഒരു ഗ്രീൻ കളർ കാണണമെങ്കിൽ നമുക്ക് ആകെ ഒരു ഏരിയയിൽ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഓറഞ്ച്, റെഡ് അലേർട്ട് എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. പലയിടത്ത് ഗ്രേ ആണ്, അതായത് ഹൗസ്ഫുൾ എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതായത് ടിക്കറ്റ് കിട്ടണമെങ്കിൽ പുത്തൻവേലിക്കരയിൽ മാത്രമാണ് നമുക്ക് ബുക്ക് മൈ ഷോയിൽ ഒരു 3-4 ഗ്രീൻ ഉള്ള കാര്യങ്ങൾ നിൽക്കുന്നത്. ബാക്കി എങ്ങുമില്ല. തൃശ്ശൂരാണേലും കോഴിക്കോടാണേലും കണ്ണൂരാണേലും തിരുവനന്തപുരമാണേലും എല്ലായിടത്തും ഒരേപോലെ തന്നെ. എറണാകുളത്ത് നിന്ന് സിനിമ 1.5 കോടിക്ക് മുകളിലും, അതേപോലെ തൃശ്ശൂരും തിരുവനന്തപുരത്ത് നിന്നും 1 കോടിക്ക് മുകളിലും സിനിമ നേടിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രീസെയിലൂടെ കണക്കുകൾ വരുന്നത്. എന്തായാലും എല്ലാ തിയേറ്ററുകളിലും എക്സ്ട്രാ ഷോസും അഡീഷണൽ ഷോസും അടുത്ത ദിവസത്തേക്കുള്ള ഏർലി മോർണിംഗ് ഷോ രാവിലെ 1 മണിക്ക് വരെ ചാർട്ട് ചെയ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. എന്തായാലും ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ നമുക്ക് സിനിമയുടെ ആദ്യ അഭിപ്രായത്തിലേക്ക് കടക്കാം. എന്താണെങ്കിലും പ്രതീക്ഷ വാനോളം തന്നെയാണ്. കേരളത്തിന് പുറത്തും അതിഗംഭീരമായിട്ടുള്ള അതിശക്തമായിട്ടുള്ള ഒരു സിനിമയായി മാറുന്നു. എന്തായാലും ഹാപ്പി ബർത്ത്ഡേ ലാലേട്ട എന്ന് തന്നെ പറയാം. ഈ ഒരു പിറന്നാൾ ദിനത്തിൽ അതൊരു അതിഗംഭീരമായിട്ട് മലയാള സിനിമ കണ്ടിട്ടില്ലാത്ത ഒരു വമ്പൻ ഹിറ്റാകട്ടെ എന്നാശംസിക്കുന്നു. ഗ്രേ മീഡിയാസ്.